പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അങ്ങനെ ഏത് ഒഫീഷ്യൽ ചെയ്താലും മുകളിൽ തൂങ്ങും. ചെയ്യാൻ തൻ്റെ ഇടമുള്ളവർ ചെയ്യട്ടെ. പരാതി കൊടുത്ത മഹാമാന്യന്മാർ തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുത്തിട്ട് സംശയം ഉണ്ടെന്ന് ഇവിടെ ഒന്ന് പറയാം. നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ കാവുവിളാകത്ത് പിതാവിനെ മക്കൾ സമാധിയിരുത്തിയതിലെ ദുരൂഹത തുടരുകയാണ്. സമാധി സ്ഥലം പൊളിച്ചു നീക്കി പരിശോധന നടത്താനുള്ള നീക്കം പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ചു. സമാധി സ്ഥലത്തെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച കുടുംബാംഗങ്ങൾക്ക് പിന്തുണയുമായി ഹൈന്ദവ സംഘടനകൾ കൂടി എത്തിയതോടെ ക്രമസമാധാന പ്രശ്നമുണ്ടാകാതെ നോക്കാനാണ് കല്ലറ പൊളിക്കൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരൂഹത നീക്കണ്ടേ? നിയമ നടപടികൾക്ക് തടസ്സം നിൽക്കുന്നതെന്തിന്? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ചർച്ചയിൽ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, VSDP അഡ്വക്കേറ്റ് സജീവ് സുദർശനൻ, നാട്ടുകാരനാണ്, പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ശ്രീ വഴയില ഉണ്ണി, ഹിന്ദു ഐക്യവേദി പ്രതിനിധി, സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, ശാന്തഗിരി ആശ്രമം സദാനന്ദൻ, ഗോപിയുടെ മകൻ എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, വലിയ ദുരൂഹത ഈ സമാധിയിരുത്തലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിൻ്റെ നിയമപരമായ നടപടികൾക്കായാണ് ഇന്ന് സബ് കളക്ടറും ഉദ്യോഗസ്ഥരും അവിടെ എത്തിയത്. എന്തിനാണ് ഇന്ന് അവിടെ അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിയത്? സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു തർക്കമാണ് അവിടെ വന്നത്. അതായത് കളക്ടർ ഉത്തരവ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ വന്നിട്ട് ആ ഉത്തരവ് ആ മക്കൾക്കോ ആ അമ്മയ്ക്കോ കൈമാറാമായിരുന്നു. ഞങ്ങളുടെ ആവശ്യം അത്രയേ ഉള്ളൂ. ഒരു രേഖാമൂലം നിങ്ങളൊരു തീരുമാനം എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവ് നൽകുക. ഉത്തരവുണ്ടായിരുന്നു എന്ന് എൻ്റെ ഒരു RTO സമ്മതിച്ചു. എന്തുകൊണ്ട് കൊടുക്കാൻ വയ്യുന്നു? ഇപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതോ നാളെ അവർക്ക് ഉത്തരവ് കൊടുക്കാം. അപ്പോൾ ഏത് വിഷയത്തിലായാലും അവർ ഒരു ഉത്തരവ് കൊടുക്കണം. പിന്നെ അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ വെറും 2 സെൻറ്റ് കഴിയുന്ന ഒരു പാവത്തിന് എത്ര കാലം കൊണ്ട് ആളുകൾ ഉപദ്രവിക്കുന്നു? അവിടെ സാധാരണക്കാരൻ ഒരാൾ വർഷങ്ങൾ കൊണ്ട് സ്വാമിയാണ്. അദ്ദേഹം സമാധി ആയി അവിടെയാണ് സമാധി സ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു സുപ്രഭാതത്തിലൊരു IAS-കാരനായിട്ടുള്ള RDAയും അതുപോലെ തന്നെ പോലീസ് ഓഫീസറും ഒക്കെ വന്ന് ഞങ്ങളിതിനെ ഇതപ്പോൾ തന്നെ എടുത്ത് ഇവിടെ വെച്ച് അന്ന് കീറി നോക്കട്ടോ എന്ന് ചോദിക്കുന്ന ഒരു നല്ല സ്വഭാവമല്ലല്ലോ. നിയമത്തിൻ്റെ വിഷയത്തിൽ അവരൊരു ആദ്യം ലെറ്റർ കൊടുക്കുക. ഒരു ദിവസം വന്ന് അങ്ങനെയല്ലല്ലോ. നമുക്കറിയാം 9-ാം തീയതിയാണ് ഈ മരണം സംഭവിക്കുന്നത്. 10-ാം തീയതി വീട്ടുകാർ നോട്ടീസ് പതിപ്പിക്കുമ്പോൾ മാത്രമാണ് തൊട്ടടുത്തുള്ള ആളുകൾ പോലും അറിയുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ദുരൂഹതയുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷമല്ലേ സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ അവിടെ ഇന്ന് എത്തിയത്? ഒരു മാൻ മിക്സിംഗ് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് അച്ഛനോ അമ്മയോ അവരാരും കൊടുത്ത പരാതിയല്ല, നാട്ടിലാരോ ഇങ്ങനെയുള്ള കാണാനില്ല എന്ന് പറഞ്ഞു. അതിനകത്തുണ്ടോ എന്ന് നോക്കേണ്ടത് ആവശ്യം തന്നെ. പക്ഷേ അതിനൊരു നടപടിക്രമമുണ്ടല്ലോ, അതെന്തുകൊണ്ട് പാലിക്കുന്നില്ല? ഒരു നോട്ടീസ് കൊടുക്കുക എന്നുള്ളത് അതെന്തിനാ അവർ അറച്ചു വയ്ക്കുന്നു? 2, ആ മക്കൾ, അച്ഛൻ, ഈ അമ്മ ഇവരെല്ലാവരും ഒരു വിശ്വാസികളാണ്. അവർ വിശ്വസിച്ചടക്കിയ ഒരു സാധനം അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാവിലെ ഒരു തയ്യാറെടുപ്പായിട്ട് വരുമ്പോഴും ഒരു അറിയിപ്പ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത്, അവിടുത്തെ കൗൺസിലർ കാര്യമില്ല എന്നത് കളക്ടർ ഇപ്പോഴും സബ് കളക്ടർ ഇപ്പോഴും സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിശോധനയ്ക്ക് വീട്ടുകാർക്ക് നോട്ടീസ് നൽകേണ്ടതിൻ്റെ ആവശ്യമില്ല എന്ന്. ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നാളെ എന്തിനാണ് അവർ കൊടുക്കണേ? ആവശ്യമുണ്ട്. ഒരു സമാധി സ്ഥാനം സാധാരണല്ലോ, ഒരു കല്ലറയല്ല, അത് ഒരു സമാധി സ്ഥാനമാണ്. ഇപ്പോൾ ഒരു ഉത്തരവിന്റെ ഒരു കോപ്പി അവർക്കും കൂടി നൽകാം എന്നതാണ് അവസാനം എത്തിയിരിക്കുന്ന ഒത്തുതീർപ്പെന്നാണ് ഞാൻ. അത് മതി, അത് കൊടുക്കട്ടെ. അത് കൊടുക്കുമ്പോൾ ആ കുടുംബത്തിന് നിയമപരമായിട്ട് എന്തെങ്കിലും പോകണമെങ്കിലോ ആ പാവങ്ങൾ പോകണമെങ്കിൽ പോട്ട്, അവർ പോയിട്ട് അവർക്ക് നീതി കിട്ടണമെങ്കിൽ കിട്ടിട്ട്. അവരെ വിശ്വാസമില്ലേ? ആ മരിച്ച സ്വാമിയുടെ വയസ്സായ അമ്മ ഓം നമഃശിവായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അവർക്ക് നീതി കിട്ടിയില്ല എന്ന് തോന്നാൻ പാടില്ല. അത് ആർക്ക് തന്നെയായിരുന്നു. ആ പ്രദേശത്ത് പൊതുവേ ഒരു അന്തരീക്ഷക്കുറവ് ഉണ്ടാവരുതെന്നുള്ള ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പണ്ട് വളരെ അന്തരീക്ഷക്കുറവ്, ഇരുഭാഗമായിട്ട് സംഘർഷം, ഒരു DYSPക്ക് ഉൾപ്പെടെ വെട്ടുപറ്റിയിട്ടുണ്ട് അവിടെ. അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഇത് പോരുത്. അവിടെ ഒരു പാട്ടിട്ടാ ചെറുക്കും, ഇതേ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് സംഘടിച്ചൊരു വിഭാഗം ആളുകൾ ഇതാ ഇപ്പം ഇവിടെ എടുത്തു വെച്ച് തന്നെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ വേണ്ടിയിട്ട് RDAയും പോലീസും ഒന്നും വരണ്ടല്ലോ.
അല്ല, അങ്ങനെ ഒരു ശ്രമം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്? ഇവിടെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഓരോ വീടുകളിൽ ഓരോ ദുരന്തം അല്ലെങ്കിൽ ഇതുപോലെയുള്ള അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് ഇത്ര രഹസ്യാത്മകത ഇതുമായി ബന്ധപ്പെട്ട് നിലനിർത്തിയത് കുടുംബം? അല്ല, ആ രഹസ്യമൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് പോലീസ് തന്നെയാണ്. ഞാൻ പറയുന്നത് ഇതിപ്പോൾ കോടതിയിൽ പോയാലും അതിൻ്റെ വിധി അവസാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാൻ മിക്സിംഗ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ എതിർക്കുന്നില്ല. അന്ധവിശ്വാസമാണോ വിശ്വാസമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും കൂടി വന്ന് ഒരു സാധാരണക്കാരനെ ഒരു ആളില്ലാത്ത ഒരാളായതുകൊണ്ട് അങ്ങനെ നോട്ടീസൊന്നും കൊടുക്കാതെ നിയമലംഘനം ചെയ്യുന്നതിനാണ് എതിർപ്പ്. ഉത്തരവുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കൂടി RDO പറഞ്ഞാണ് DSPയുടെ മുന്നിൽ വെച്ച് ഉത്തരവായിട്ടല്ലേ ഞങ്ങൾ വരൂ, ഇന്ന് ഉത്തരവുണ്ടായിരുന്നു. ഉത്തരവുണ്ടെങ്കിൽ ആ ഉത്തരവ് കൈമാറണ്ടേ? അല്ലാതെ ആരുടെയെങ്കിലും ഒരു മുദ്രാവാക്യം വിളി കേട്ട് ആർക്കെങ്കിലും അവരുടെ താല്പര്യത്തിൽ കുറച്ച് ആളുകൾ സംഘടിച്ച് ആ പ്രദേശത്ത് നിന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ആടുന്ന RDO ആയാലും പോലീസായാലും ചെറുക്കും എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അല്ല, ഇതിൽ ഈ കുടുംബം പറയുന്നതിനെ താങ്കൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? ഈ കുടുംബം, ഞാൻ ഇന്നലെയാണ് ഈ നടന്നിട്ട് 4-5 ദിവസമാണ് എൻ്റെ നാട്ടിലാണെങ്കിലും ഞാൻ ഇന്നലെ അവിടെ 8 മണി മുതൽ 9 മണി വരെ അവിടെ ആ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചു. ഈ സ്വാമിയെ സംബന്ധിച്ച് ഒരു 35 വർഷം കൊണ്ട് എനിക്ക് നേരിട്ട് സംസാരിച്ചു. അവിടെ ഒരുപാട് വിഷയങ്ങളിലൊക്കെ അന്ന് അദ്ദേഹം സാധാ ഒരു തൊഴിലാളിയായിരുന്നു. ആദ്യം അവിടുത്തെ ആറാലമുടി ചന്തയിൽ ഒരു തൊഴിലാളിയായിരുന്നു. ആ കാലം മുതൽ എനിക്കറിയാം. ഒരു സൗമ്യനും ആക്കുപദ്രകാരിയൊന്നുമില്ല. ഒന്നും നിവർത്തിയില്ലാത്തൊരു പാവപ്പെട്ട വീട്ടിൽ, അവരുടെ വീട്ടിൽ ഒരു നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എത്തിയത്. അതിൽ ദുരൂഹത എന്ന് പറയുന്നത് അച്ഛൻ അമ്മ ഈ സ്വാമി പറഞ്ഞു എന്നെ ഇന്ന ദിവസം 5 വർഷത്തിന് മുമ്പേ അദ്ദേഹം ഇതെല്ലാം ഒരുക്കി വെച്ചു. ഇന്നലെയൊന്നുമല്ല ഒരുക്കി വെച്ചത്. 5 വർഷത്തിന് മുമ്പേ അദ്ദേഹത്തിന് സമാധി ഇരിക്കേണ്ട സ്ഥാനവും മയിലാടി ചെന്ന് അതടയ്ക്കാനുള്ള കല്ലും എല്ലാം വാങ്ങിച്ചു വെച്ച്. അത് ആ കുടുംബാംഗങ്ങൾ ഇപ്പോൾ പറയുന്നതാണ്. ഇതിനു മുൻപ് താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു? ഉറപ്പായിട്ടും അറിവുണ്ടായിരുന്നു. ഇന്ന് RDOക്ക് ഞാൻ കാണിച്ചു കൊടുത്തല്ലോ എത്ര വർഷം പഴക്കമുണ്ടെന്ന്. അതിൻ്റെ ഉയരം ഇന്ന് വെച്ച് കെട്ടിയിരിക്കുന്നതിന് പഴക്കമില്ല. പക്ഷേ അതിന് താഴോട്ടുള്ളത് പഴക്കം നിശ്ചയിക്കാനല്ല, 5 വർഷം പഴക്കമുണ്ട്. താങ്കൾ ഈ കുടുംബം പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചാണോ അവർക്ക് വേണ്ടി ഇന്ന് ആ പ്രതിഷേധത്തിനൊപ്പം കൂടിയത്? ഞാൻ എൻ്റെ പക്ഷം ഇന്ന് ഒരു ഉത്തരവുമായിട്ട് വന്നാൽ ഉത്തരവ് കൈമാറാനാണ് പറഞ്ഞത്. എൻ്റെ കൂടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആർട്ടി പറഞ്ഞല്ലോ ഉത്തരവില്ല, ഞങ്ങൾ ഒരു ഉത്തരവുണ്ട്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അമ്മയ്ക്ക് അത് കൈമാറിക്കൂടാ? ഒരു ഉത്തരവ് ഞങ്ങളിത് ചെയ്യാൻ പോകണമെന്നുള്ള ഉത്തരവ് കൊടുക്കാത്തതെന്ന് ചോദിച്ചു, കൊടുത്തില്ല. അപ്പോൾ ഇപ്പോൾ കൊടുക്കാമെന്ന് പറയുന്നത് എന്തിനാണ്? ആ വിഷയത്തിൽ മാത്രമാണ് അതിലേ എനിക്ക് സംശയമുള്ളൂ. അല്ലാതെ ഞാൻ അല്ലാണ്ട് ഈ കുടുംബം പറയുന്ന വാക്കുകൾ പൂർണ്ണമായും താങ്കളും വിശ്വാസത്തിൽ എടുക്കുന്നില്ല? അല്ലല്ല, കുടുംബം പറയുന്ന എല്ലാം ശരിയാവണമെന്നില്ല. കാരണം എനിക്ക് നേരിട്ട് ഇതിലൊരു കാര്യവും അറിയില്ലല്ലോ, നേരിട്ടറിയില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, ഉത്തരവ് ഇട്ട ആളുകൾ ഉത്തരവ് മറച്ചു വച്ചിട്ട് വന്ന് പെട്ടെന്ന് നിമിഷം കൊണ്ട് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമം അവിടെ വച്ച് തന്നെ മറച്ച് ഇതൊക്കെ ചെയ്യാനുള്ള, അത് ഒരു സമാധി മന്ദിരം എന്ന നിലയിൽ അവരെല്ലാ ചടങ്ങുകളും നടത്തി വച്ചിരിക്കുന്നത് അത് കാണിക്കുന്ന അവഗണനയല്ലേ? തുറക്കാനാണെങ്കിൽ അവരുടെ ഒരു തടസ്സം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉത്തരവ് കൊടു, അവരൊരു തടസ്സമല്ല. എനിക്കറിയാം അവരോട് പറയാൻ. എനിക്ക് ആ വീട്, ഈ മക്കൾക്ക് 1 വയസ്സുള്ളപ്പോൾ എനിക്ക് ആ വീട് ആയിട്ട് ബന്ധമുള്ളതാണ്. ഇന്ന് മരിച്ച സ്വാമിയായിട്ട് എനിക്കറിയാൻ പറയാൻ. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ നിയമം അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിക്കണല്ലേ? ഒരു കോടതിയിൽ നിന്ന് ഒരു ബാങ്കിൽ തന്നെ ആരെതിർക്കുന്നു എന്ന് നോക്കിയായിരുന്നോ നിങ്ങളുടെ ഇടപെടൽ? അതല്ല, അതിൽ അവർക്ക് നീതി കിട്ടണമെന്നുള്ളതാണ്. ഞാൻ ഇന്നലെ പോയപ്പോൾ അവർ പറഞ്ഞത് 2 പശു കൊണ്ടാണ് ജീവിക്കുന്നത്, വക്കോല് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത വീടാണ്. അതിൻ്റെ പേരിൽ ഒരു സാധാരണക്കാരന് നിയമം കിട്ടാതിരിക്കരുത്. ഒരു സാധാരണക്കാരന് ചോദിച്ചു വാങ്ങിക്കാൻ അറിയില്ല. ആ നോട്ടീസ് ഒരു ബാങ്ക് ജപ്തി ചെയ്യണമെങ്കിൽ പോലും 14 ദിവസം നോട്ടീസ് കൊടുക്കും. എല്ലാത്തിനും ഒരു കോടതിയിൽ നിന്നാണെങ്കിലും 15 ദിവസം സമയം കൊടുക്കും. ഇതിന് ഒരു സമയം കൊടുക്കണ്ട, 24 മണിക്കൂർ വെച്ചൊരു നോട്ടീസ് കൊടുക്കാമല്ലോ. ഞങ്ങളിത് ചെയ്യാൻ പോവാണ്. ഒരു പക്ഷേ അത് സമാധി തന്നെയാണെങ്കിൽ ആ നോട്ടീസ് കൊടുക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം വരട്ടെ. വെറുതെ ഒരു ജോലി ചെയ്തിട്ട് പോകണമല്ലല്ലോ. ആരെങ്കിലും ഒരു ജോലി ചെയ്യാൻ വരുമ്പോൾ അതിനെന്തെങ്കിലും ഒരു സത്യസന്ധമായ വിവരം ഉണ്ടെങ്കിൽ അതിനും അവർക്ക് ദോഷം ഉണ്ടെങ്കിൽ. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ നമുക്കൊപ്പം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി കൂടി ചേരുകയാണ്. സ്വാമി, ഇവിടെ ഇപ്പോൾ ഈ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമാധിയുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഉയർന്നത് മുതൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുന്നു. പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങൾ കുടുംബാംഗങ്ങൾ പറയുന്നതിൽ തന്നെയുണ്ട്. അത് പോലീസിന് സംശയം ഉളവാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച പരാതിയുടെയും അടിസ്ഥാനത്തിലുള്ള നിയമ നടപടികളാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഈ സമാധി എന്ന നിലയിൽ ഈ കുടുംബം പറയുന്ന കാര്യങ്ങൾ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
അത് ഈ പുരോഗമന കാലത്ത് ഇവർ പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി കാണാനാകുന്ന കാര്യങ്ങളാണോ? സ്വാമി കേൾക്കാമോ? സ്വാമി കേൾക്കാമോ? ശരി, ഞാൻ തിരിച്ചെത്താം. എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഇവിടെ ഇപ്പോൾ ആ കുടുംബം പറയുന്ന ഇദ്ദേഹം നടന്നു വന്ന് ആ സമാധിയിലിരിക്കുകയായിരുന്നു എന്ന്. പക്ഷേ അവരുടെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ഉൾപ്പെടുന്നവർ പറയുന്നു അദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു എന്ന്. നാട്ടുകാർ ഏറ്റവും തൊട്ടടുത്ത് താമസിക്കുന്നവർ പറയുന്നു അവിടെ കിടപ്പ് രോഗിയായിരുന്ന ഇദ്ദേഹം മൂത്രമൊഴിക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഈ മക്കൾ തന്നെ അദ്ദേഹത്തെ ഉപദ്രവിക്കുമായിരുന്നു, ചീത്ത പറയുമായിരുന്നു. അതൊക്കെ സാക്ഷികളാണ് അവർ എന്ന് പറയുന്നു. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് മുഴുവൻ. അങ്ങനെ ഒരു വിഷയമിരിക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. പരാതി ഉയർന്നു, അവിടെ അത്തരത്തിലുള്ള ഇടപെടലാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് വരെ എത്തുന്ന തരത്തിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. ഇന്ന് ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് അവർ അവിടെ നിന്ന് പോയത്. അപ്പോൾ ഈ ഇടപെടൽ, ആ സ്ഥലത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്നൊക്കെ പറഞ്ഞ് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ ഇടപെടുന്നവർക്കൊപ്പമാണ് താങ്കളും ഇന്ന് അവിടെ എത്തിയത്. ഞാൻ എത്തിയത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് ഉദ്ദേശിച്ചാണ്. ഇപ്പോൾ ഈ പറയുന്നല്ലോ, ഞാൻ നിൽക്കുകയാണ് ഇപ്പോൾ ഈ 2 മക്കളെ മൊഴിയെടുത്തത്. പിന്നെ മാൻ മിക്സിങ് കേസ് ഉണ്ടെങ്കിൽ മൊഴിയെടുക്കണ്ടേ? ഇന്നലെ ഒരു പറഞ്ഞ എന്താണ്, ഇപ്പോൾ ഇവിടെ പറയുന്നു അതല്ലേ അവരുടെ എല്ലാ മൊഴിയെടുത്തുന്നത്. എന്തിനാണ് ഇന്ന് മൊഴിയെടുത്തത്? അവർ നിയമപരമായിട്ട് കാര്യങ്ങൾ നിസ്സാരവൽക്കരിച്ച് കണ്ടതുകൊണ്ട് നാട്ടിലൊരു വിഷയം, ആ നാട്ടിലെ വിഷയത്തിന് സാധാരണക്കാരന് നീതി കിട്ടണം. അത് ഞാനൊരു മതവിശ്വാസിയൊന്നുമല്ല, ഒരു ഈശ്വര വിശ്വാസിയാണ്. എനിക്ക് മതമൊന്നുമില്ല. ഞാൻ ഇടപെട്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ നിയമലംഘനം. അതൊരു കളക്ടർ സാന്നിധ്യത്തിൽ അത് നടക്കാൻ പാടില്ല. ഡോക്ടർ വന്നിരിക്കുന്നു, എല്ലാവരും വന്നിരിക്കുന്നു, എല്ലാം കൂടി എടുത്ത് അവിടെ വെച്ച് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് പോയാൽ അവിടെ ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് അവിടെ സംഘർഷം നടന്ന ഒരു DYSPക്ക് വിട്ടേറ്റു സമാധാന യാത്രയ്ക്ക് മുന്നിൽ നിന്ന് ഞാൻ നേതൃത്വം കൊടുത്തതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു സംഘർഷം ഉണ്ടാവരുത്. സംഘർഷം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു നോട്ടീസൊക്കെ കൊടുക്കും, ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കാം ഇത് നിയമം ഇങ്ങനെയാണ്. ഏത് കോടതി പെയ്യാലും ഒരു മാൻ മിസ്സിംഗ് ഉണ്ടെങ്കിൽ സുകുമാരക്കുറുപ്പിനും മാൻ മിസ്സിംഗ് ഉണ്ട്. സുകുമാരക്കുറുപ്പിൻ്റെ മാൻ മിസ്സിംഗ് ഉള്ള പോലീസ് സുകുമാരക്കുറുപ്പിനെ ഇതുവരെ കണ്ടുപിടിച്ചില്ല. അവർക്ക് ഒരാഴ്ച സമയം കൊടുത്തുകൂടെ? അവിടെ നിന്ന് കഴിച്ചാൽ പോകുന്നതല്ലല്ലോ, പോലീസ് കാവലുണ്ടല്ലോ. 2 പോലീസോ അല്ലെങ്കിൽ 4 പോലീസോ ഇട്ടിട്ട് അവർക്ക് 48 മണിക്കൂർ കൊടുക്കാം. മാൻ മിസ്സിങ് തന്നെയാണ് സുകുമാരക്കുറുപ്പിൻ്റെ കേസും. അപ്പോൾ ഞാൻ പറയുന്നത് ഇവരുടെ ആവേശം കണ്ടപ്പോൾ ഒരു സാധാരണക്കാരനോട് ഇത്തിരി ആവേശം കാണിക്കണ്ട എന്നുള്ളത് എൻ്റെ പക്ഷം. പിന്നെ ഇദ്ദേഹം നടന്നു വന്നാണോ സമാധിയായത്, അവിടെ ഇരുന്നാണോ സമാധിയായത്, ഇതൊന്നും എൻ്റെ വിഷയമല്ല. അതിൽ ശരിയും തെറ്റൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. അതൊരു സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്നതിൽ പരിശോധന വേണ്ടേ? അത് വേണം. അതിനാണ് നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞത്. അതിപ്പോൾ നാളെ നോട്ടീസ് കൊടുത്താൽ അവർക്ക് പരിശോധിക്കാമല്ലോ. അവിടെ ആരും തടുക്കാൻ അങ്ങനെയൊന്നും പോകില്ല. അങ്ങനെയൊന്നും അവിടെ ചേർക്കുന്ന ഞങ്ങൾക്കൊന്നും അങ്ങനെയുള്ള ആവശ്യമില്ല. ഇതിലൊരു പ്രത്യേകതയും ഇല്ല. ആ വീടുമായിട്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇവർ സമാധിയാണോ അല്ല വേറെ സംഭവം ഇതൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ പറയുന്നത് താങ്കൾക്ക് വ്യക്തതയില്ലാത്ത എന്താണ് അവിടെ നടന്നതെന്നത് ഒരു കൃത്യതയും ഇല്ലാത്ത ഒരു വിഷയത്തിൽ നിയമം അതിൻ്റെ വഴിക്ക് പോകുന്നതിനെ എതിർത്തുകൊണ്ട് അവിടെ നിലപാട് സ്വീകരിക്കേണ്ടുന്ന സാഹചര്യം എന്തായിരുന്നു? സാധാരണ അവിടെ നിയമം ലംഘിച്ചുകൊണ്ട് അവരെ ഒരു അറിയിപ്പ് കൊടുക്കാതെയാണോ പോലീസ് ഇത് എടുക്കേണ്ടത്? ഒരു സമാധി എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ സമാധി എന്ന് അവർ വിശ്വസിച്ച് വിളക്ക് വയ്ക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോകണമെന്ന് പറയണ്ടേ? ഇപ്പോഴേ തന്നെ ഡോക്ടർമാർ പണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഉടനെ അങ്ങ് ചെയ്ത് കളയും. ഇപ്പോൾ ആണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ കീറും, ഇതുപോലെ നിൽക്കും, നിങ്ങൾ പേടിക്കരുത്, ഞാൻ ഒരു വയറിടും, ഇതെല്ലാം പറയും. അപ്പോൾ ഈ IASകാർക്കും പോലീസുകാർക്കും ഒക്കെ ഈ സാധാരണക്കാരന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? സംഘർഷം ഉണ്ടാക്കലാണോ വേണ്ടത്? സംഘർഷം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഇടപെട്ടു, നിയമപരമായിട്ട് നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞു. അവസാനം ഇങ്ങനൊരു നിയമമില്ലെന്ന് പറഞ്ഞ് പിന്നെ എങ്ങനെയാണ് നാളെ നോട്ടീസ് കൊടുക്കുന്നത്? നിയമമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കളക്ടർ ഓർഡർ കൊടുക്കട്ടെ, ഇത്രാം തീയതി പൊളിക്കും, അത്രേ ഉള്ളൂ. അതിൽ അല്ല ഒരു അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ ഇത്രേ ഇടപെട്ടിട്ടുള്ളൂ. ആ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് സമാധാനപരമായി തീർക്കുന്ന കാര്യത്തിന് ഞാൻ തന്നെ മുന്നിലുണ്ടാവും. ശരി, സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. സ്വാമി, എന്നെ കേൾക്കാമോ?
ഇപ്പൊ കുറച്ചുകൂടി കേൾക്കുന്നില്ല എനിക്ക്. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. സ്വാമി, ഇവിടെ ഒരു സമാധിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. കുടുംബാംഗങ്ങൾ പറയുന്ന പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട് എന്നതാണ് പോലീസ് നടപടികളിലേക്കൊക്കെ എത്തുന്നത്. നാട്ടുകാരുടെ പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് കേസെടുത്തിരിക്കുന്നത്. ആളെ കാണാനില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ ഇവിടെ ഒരു സമാധിയെക്കുറിച്ചാണ് പറയുന്നത്. യുക്തിക്ക് നിരക്കുന്നതാണോ ആ കുടുംബം ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ? ഇതൊരു വളരെ വിചിത്ര ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഈ സമാധി എന്ന് പറയുമ്പോൾ സന്യാസിമാര് മരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, അത് നാട് നീങ്ങി എന്ന് പറയുന്നു. അതുപോലെ തിരുമേനിമാരാണെന്നുണ്ടെങ്കിൽ കാലം ചെയ്തു എന്ന് പറയുന്നു. ആനയാണെന്നുണ്ടെങ്കിൽ അത് ചത്തുപോയി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചരിഞ്ഞെന്ന് പറയുന്നു. കാക്കയാണെങ്കിൽ ചത്തുപോയി എന്ന് പറയുന്നു. അപ്പൊ സന്യാസിമാർ മരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പദമാണ് യഥാർത്ഥത്തിൽ സമാധി. പക്ഷെ ഇത് ഞാൻ വളരെ വിചിത്രമായി പറയുന്നത് കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം സാധാരണ സമാധി എന്ന് പറയുമ്പോൾ സന്യാസിമാരായിട്ടുള്ള ആളുകളോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർ നേരത്തെ അതിനെക്കുറിച്ച് മുൻകൂട്ടി പറയുകയും അത് അവരുടെ ശിഷ്യന്മാരെയോ അല്ലെങ്കിൽ മറ്റുള്ള അവരുമായി ബന്ധപ്പെട്ട ആളുകളെയോ അറിയിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ആ ദിവസം മുൻകൂട്ടി പ്രവചിക്കപ്പെടുന്നതാണ് എങ്കിൽ ആ ദിവസം അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയും അതൊരു എന്താ പറയാ എല്ലാവരും അറിഞ്ഞൊരു ആഘോഷമായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണയായിട്ട് അത് കണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്താ പറയാ, അച്ഛൻ പറഞ്ഞു ഇന്ന ദിവസം സമാധിയാകും. 5 വർഷത്തിന് മുമ്പ് മൈലാടിയിൽ നിന്നും പത്മദളം കല്ല് കൊണ്ടുവന്നിട്ട് ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം BP-യുടെ ഗുളിക കഴിച്ച് അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് ഇരുന്നു, അല്ലെങ്കിൽ നടന്നു, സമാധിയായി. എന്തുകൊണ്ട് ആളുകളെ അറിയിച്ചില്ല, അല്ലെങ്കിൽ നാട്ടുകാരെ അറിയിച്ചില്ല? ദുരൂഹമായിട്ട് ഇതിങ്ങനെ വെച്ചിരിക്കുന്നു. അവിടെയാണ് പ്രധാനമായിട്ടും നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇതിനോട് വിയോജിക്കുവാനായിട്ട് കഴിഞ്ഞത്. നേരത്തെ ഇവിടെ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി, അവരുടെ വിശ്വാസത്തിൽ അവരുടെ അവകാശമെന്ന് അല്ലെങ്കിൽ അവരുടെ റൈറ്റ് എന്നൊക്കെ പറയുന്നു. അതിനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ കൊടുക്കാനും പറയാനും ഒക്കെ കഴിയും. പക്ഷെ ഇത് ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ വിചിത്രവും വ്യത്യസ്തവുമാണ്. അപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും യഥാർത്ഥത്തിൽ ഈ നിയമത്തെ മാത്രമേ അവർ കാണൂ. അതല്ലാതെ അവരതിനകത്തെ ബാക്കിയുള്ള സെന്റിമെന്റ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വിശ്വാസമോ ആചാരമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചെന്ന് പറയുന്നത് അവരതിനകത്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ദുരൂഹത മറനീക്കി പുറത്തു വരണം. സമാധി എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും ദുരുപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു വിഷയം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ഇവിടെ ഇപ്പോ അതിനപ്പുറം ഒരുപാട് ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടി ഉയരുകയാണ്. ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പേരിൽ നടന്ന സംഭവം എന്നതിനപ്പുറം ഏറെ നാളായി കിടപ്പ് രോഗിയായിരുന്നു ഇദ്ദേഹം എന്നാണ് പറയുന്നത്. അദ്ദേഹം നടന്ന് അവിടെ ചെന്നു ഇരുന്നു എന്ന തരത്തിലൊക്കെയാണ് മക്കൾ പറയുന്നത്. അതിൽ 2 മക്കൾ പറയുന്നതിലും ഭാര്യ പറയുന്നതിലുമൊക്കെ ദുരൂഹതകളുണ്ട്. അപ്പോൾ അങ്ങനെ ദുരൂഹത ഉയരുകയും അതൊരു പരാതിയായി ലഭിക്കുകയും ചെയ്താൽ അതിൻ്റെ നിയമ നടപടികൾ ആ നിലയിൽ തന്നെ പോകണ്ടേ? കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തിനെതിരാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമുണ്ടോ സ്വാമി? വിശ്വാസത്തിനെതിരാണ് കല്ലറ പൊളിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. കാരണം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾ ഇവിടെ പറയുന്നു ഇതുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ്. ആ ദുരൂഹത മറനീക്കി പുറത്തു കൊണ്ടുവരിക എന്നാണ് നമ്മളിപ്പോ ജീവിക്കുന്ന കാലഘട്ടത്തിൽ. ഈ നൂറ്റാണ്ടിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും നവോത്ഥാനപരമായിട്ടുള്ള ചിന്തകൾ നമ്മുടെയൊക്കെ ഇടയിൽ വളരെ ബലപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ എന്താ പറയാ, ഞാൻ മരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് അവർ ഉപയോഗിച്ച വാക്ക് തന്നെ ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരാൾ സമാധിയാകുന്നു. പക്ഷെ ആ സമാധി എന്താണ്, 2 ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ വീട്ടിൽ എന്തോ പരസ്പരം കശപിശ ഉണ്ടായെന്ന് പറയുന്നു. ആളുകൾക്ക് ആർക്കും ഇദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കുന്നില്ലെന്ന് പറയുന്നു. അത് മാത്രമല്ല, ഒരാൾ പറഞ്ഞു, ഒരു മകൻ പറഞ്ഞു നടന്നു വന്നിരുന്നു എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞു കിടപ്പ് രോഗിയായിട്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ പരസഹായം കൂടാതെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരുത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു.
അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. സമാധി എന്ന് പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സന്യാസിമാരായിട്ടുള്ള ആളുകൾ അവരുടെ ധ്യാനാവസ്ഥകളിൽ അവരുടെ ജീവന്റെ അല്ലെങ്കിൽ അതിന്റെ ആത്മാവിന്റെ പ്രകൃതിയുമായിട്ട് അന്തർലീനമാകുന്ന അല്ലെങ്കിൽ അന്തർഭാവം ചെയ്യുന്ന ഒരു സമയത്തെയാണ് നമ്മൾ സമാധി എന്നോ അല്ലെങ്കിൽ സന്യാസിമാരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഇതൊരു പുതിയ സംഭവമല്ല. സമാധി ഇപ്പൊ ശ്രീനാരായണ ഗുരു സമാധിയായാണ്. ചട്ടമ്പി സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ശ്രീബുദ്ധനെ സംബന്ധിച്ചിടത്തോളം നിർവികൽപ സമാധി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സമാധിയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന സമയത്ത് ഇവിടെ എന്തിന് ഇവർ ഇത്ര ദുരൂഹമായി ഇതിനെ ഹാൻഡിൽ ചെയ്തു? ചിലപ്പോൾ ഇവർ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ അദ്ദേഹം സമാധി ആയത് തന്നെ ആയിരിക്കാം, അദ്ദേഹത്തെ അങ്ങനെ ഇരുത്തിയത് തന്നെ ആയിരിക്കാം. എല്ലാ വിധത്തിലുള്ള ക്രിയാകർമ്മങ്ങളോടും കൂടി ആ കാര്യങ്ങളെല്ലാം ആചാര ഉപചാര മര്യാദകളോട് കൂടിയിട്ട് ചെയ്തതായിരിക്കാം. പക്ഷെ ഇതിനകത്ത് ദുരൂഹത, നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആ ദുരൂഹതയെ മാത്രമേ അഡ്രസ് ചെയ്യാൻ കഴിയൂ. അല്ലാതെ വിശ്വാസത്തിന്റെ ഭാഗത്ത് അവർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ചും ഇതിനകത്തൊരു ഒരു ഒരു എക്സംഷനോ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷനോ ഈ കേസിൽ കിട്ടുമെന്നോ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരീ പറയുന്നത് പോലെ ആരെയും അറിയിക്കാതെ ആരോടും പറയാതെ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് ഒന്നും ഒരു തരത്തിൽ വാർഡ് മെമ്പർ അവരുമായിട്ട് സഹകരണമുള്ള ആളാണെന്ന് പറയുന്നു, നാട്ടുകാർക്കൊരു തരത്തിലുള്ള ഒരു അറിവും കൊടുക്കാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞ് എന്താ പറയാ, നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ആളുകൾ മരിക്കുന്ന സമയത്ത് പോസ്റ്ററൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് സാധാരണ ഒട്ടിക്കാറുണ്ട്. അത് ആളുകൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, അത് അടക്കം കഴിഞ്ഞതിന് ശേഷമല്ല. ഇത് സമാധി എന്ന് പറയുന്ന ഒരു തരത്തിലെന്ന് പറയുന്ന ഒരു അടക്കമാണ്. ഈ അടക്കവും കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ, നാട്ടുകാരോട് പറയുന്നു അച്ഛൻ മരിച്ചുപോയി അല്ലെങ്കിൽ അച്ഛൻ സമാധി എന്ന് പറയുമ്പോൾ ആളുകൾ അതിനകത്ത് വിശ്വസിക്കാതിരിക്കുന്നതിൽ അല്ലെങ്കിൽ അവര് കേസ് കൊടുക്കുന്നതിലൊന്നും നമുക്കൊരു അതിശയോക്തിയും കാണാനായിട്ട് ഈ അവസരത്തിൽ സാധിക്കുകയില്ല. ഇതിപ്പോ ഇവര് തന്നെ ഉണ്ടാക്കി വെച്ചൊരു കാര്യമാണ്. അവര് അവരുടെ അച്ഛൻ പറഞ്ഞിരുന്നു, 5 വർഷത്തിന് മുമ്പേ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ സമാധിയാവുന്ന സമയത്ത് ആരോടും പറയരുത്, നാട്ടുകാരോട് പറയരുത്, എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പറയാവൂ എന്ന് അദ്ദേഹത്തിന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഒരു പോലീസ് ഒരു നോട്ടീസ് കൊടുക്കാനായിട്ട് ഇവിടെ പറഞ്ഞതിനെ കുറിച്ച് അല്ലെങ്കിൽ കളക്ടർ ഒരു നോട്ടീസ് കൊടുക്കാനായിട്ട് പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ പറയുന്നു. എന്തുകൊണ്ട് ഈ വിവരം എന്ന് പറയുന്നത് അച്ഛന്റെ ഒരു വില്ല് പോലെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഇവർ എഴുതി വെച്ചിരുന്നുവെങ്കിൽ അതിന് ഇത്രയും കൂടുതൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും, എനിക്ക് ഒരു സെൻസേഷൻ ആയിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നത് നമുക്ക് അന്വേഷിക്കാം. ഇപ്പോൾ ഗോപിയുടെ മകൻ സദാനന്ദൻ തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ സദാനന്ദൻ, പോലീസുമായിട്ടുള്ള മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ സ്റ്റേഷനിലായിരുന്നു എന്ന് പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ കല്ലറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പ് നിങ്ങൾക്ക് കൈമാറിയോ? നോട്ടീസ് കേൾക്കാമോ? ടി വി മ്യൂട്ട് ചെയ്തിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ? ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നോട്ടീസ് നൽകുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരമോ നടന്നിട്ടുണ്ടോ അധികൃതരുമായി? കല്ലറ പൊളിക്കുന്നത്, ഇത് കല്ലറയെന്ന് നമുക്കത് പറയാൻ പറ്റൂല. നമ്മളിപ്പോ കല്ലറയെന്ന് നമുക്കത് ഒരിക്കലും പറയാൻ പറ്റൂല. നിങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ കല്ലറയെന്ന് അതിനെ പറയുന്നത്. നമുക്കത് സമാധി മണ്ഡപം എന്നാണ് നമ്മൾ അതിനെ പറയാനുള്ളത്. പറഞ്ഞോളൂ, അതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനം അറിയിച്ചോ അധികൃതർ? നാളെ അത് പൊളിക്കുന്നതിനുള്ള ഇത് ഞങ്ങളുടെ അടുത്ത് അതിന് നോട്ടീസ് തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൊളിക്കുന്നതിനോട് ഞങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. കാര്യം ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യ മനോഭാവം അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറ്റൂല. കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ക്ഷേത്രത്തില് ഇപ്പോ ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത ഒരു വെളിയിലുള്ള മുസ്ലിങ്ങളാണ് ക്ഷേത്രത്തിന് തകർക്കാനായിട്ട് ഇതിനകത്ത് കയറി അടിയുണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. അത് ഇന്നത്തെ പ്രശ്നത്തോടെ ഇത് ആരാണ് ഇതില് ഏറ്റവും എന്താ പറയാ, ഇതിപ്പോ ആരാണ് ഇതിന്റെ പുറകില്, തെറ്റായിട്ട് ആരാണ് പുറകിൽ നിൽക്കുന്നത് ജനങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണും. കാര്യം മുസ്ലിങ്ങൾ തന്നെയാണ്. കാര്യം ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്
എന്റെ അച്ഛന്റെ സമാധിയോടനുബന്ധിച്ച് വീട്ടിൽ വരികയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ശ്രീ സദാനന്ദൻ, ഇതിപ്പോ ഒരു പരാതി കിട്ടുമ്പോൾ നിയമത്തിന്റെ വഴിയെ നീങ്ങണമല്ലോ. അപ്പോ അതിന് തടസ്സം നിൽക്കുക സാധ്യമാകുന്ന കാര്യമാണോ? ഞാൻ പറഞ്ഞു തരാം. ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള കാരണം ഞാനത് പറഞ്ഞു തരാം. ഇപ്പോ ഇത് ശിവൻകോവിലുള്ള അമ്പലമാണ്. ഈ അമ്പലത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രം എന്നാണ്. അപ്പോ ഈ ക്ഷേത്രം വരുമ്പോഴേ എപ്പോഴും നാഗരുടെ പ്രതിഷ്ഠയും കൂടെ അത്യാവശ്യമായിട്ട് വേണം. അപ്പോ ഞങ്ങള് ഇപ്പൊ നാഗരുടെ പ്രതിഷ്ഠ നമുക്ക് ചെയ്യണം. അപ്പോ ഞങ്ങള് അത് സ്ഥാനം നോക്കിയ സമയത്ത് നമ്മുടെ ഇപ്പോ റോഡിനവിടെ ഇറങ്ങി വരുന്നതിന്റെ ആ എൻഡിലായിട്ട് ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. അപ്പൊ നാഗരുടെ പ്രതിഷ്ഠ ഞങ്ങൾക്ക് അവിടെ ചെയ്യണമായിരുന്നു. അപ്പോ അവിടെ സ്ഥാനം നോക്കിയപ്പോ അവിടെ മാത്രമേ സ്ഥാനമുള്ളൂ. അപ്പോ അവിടെ പ്രതിഷ്ഠ ചെയ്യാൻ സമയത്ത് ഞങ്ങളുടെ ഇതിന് വിരോധിയായിട്ട് നിന്നത് മുസ്ലിം ആൾക്കാരാണ്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഗരുടെ പ്രതിഷ്ഠ ചെയ്യുന്നിടത്ത് മുസ്ലിങ്ങളുടെ സ്ഥലമാണത്. മുസ്ലിങ്ങളുടെ സ്ഥലമാണ്. അന്ന് തൊട്ടേ അന്ന് കളക്ടർ ഓഫീസിലും നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിലും അന്ന് ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു വൻ അന്നും ഇതുപോലത്തെ ഒരു വലിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ എന്റെ അച്ഛൻ തരണം ചെയ്തിട്ട് ആണ് കാര്യങ്ങളെല്ലാം അന്ന് മംഗളകരമായിട്ട് ആ നാഗരുടെ പ്രതിഷ്ഠ അവിടെ അച്ഛൻ ചെയ്തതും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് തന്നെ ഇത് ഉണ്ടായിരുന്നിട്ട് ഞങ്ങളുടെ ഇത് അവര് ഏതെങ്കിലും ഒരു പ്രശ്നത്തില് എന്തെങ്കിലും നമ്മുടെ കൊടുക്കാനായിട്ട് അവര് നോക്കിയിരുന്ന സമയത്ത് ആണ് ഇതൊക്കെ സംഭവിച്ചത്. അല്ലാതെ എന്റെ അച്ഛൻ സമാധി ആവാത്ത ഒരു അച്ഛനൊന്നുമല്ല, സമാധി ആയിട്ടാണ് ശരിക്കും വന്നിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞു തരാം. എന്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മരുത്തോമലയിൽ അവിടെ ആശ്രമമുണ്ട്. അവിടുത്തെ ആശ്രമം അയ്യാ വൈകുണ്ഠ സ്വാമികൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനാണ് ധരിക്കുന്ന വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാവിമുണ്ടും കാവി ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ ആദ്യത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗസ്ത്യരുടെ പ്രതിഷ്ഠയാണ്. അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയ്യാ വൈകുണ്ഠ ആശ്രമത്തിൽ ആരെങ്കിലും സമാധിയാകുമ്പോൾ അച്ഛനും കൂടെ പോയി കർമ്മങ്ങളെല്ലാം നടത്തുമായിരുന്നു. പിന്നെ അത് വീട്ട് ആറാലുമൂട് എന്നുള്ള ആദ്യത്തെ ക്ഷേത്രം അഗസ്ത്യരുടേത്, രണ്ടാമതാണ് ശിവന്റെ പ്രതിഷ്ഠ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അച്ഛൻ ഒരു സന്യാസി, ഒരു പോറ്റി മാത്രമായിരുന്നില്ല, ഒരു സന്യാസി കൂടെ ആയിരുന്നു. അപ്പൊ ഈ സന്യാസിയുടെ കർമ്മ ആ മക്കളെടുത്ത് ഞങ്ങളിപ്പോ ആരെയും വിളിക്കാത്തതിന്റെ കാരണം അതും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ആരെയും വിളിക്കാതെ കർമ്മം ചെയ്തതിന്റെ കാര്യം കൂടെ ഞാനിപ്പോ പറഞ്ഞു തരാം. എന്ത് കേട്ടില്ല? പറഞ്ഞോളൂ. അത് അച്ഛൻ പറഞ്ഞ താല്പര്യം അനുസരിച്ചാണ് എന്നാണ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അച്ഛന്റെ ആഗ്രഹം അനുസരിച്ച് അങ്ങനെ അതൊരു ബില്ലാക്കി സൂക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അച്ഛൻ പറഞ്ഞതൊരു രേഖയാക്കി സൂക്ഷിച്ചിട്ടുണ്ടോ? അത് ഞങ്ങൾ രേഖയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്തും പിന്നെ അനിയന്റെ അടുത്തും എന്റെ അടുത്തും കറക്റ്റായിട്ട് അച്ഛൻ നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതൊരു രേഖയാക്കിയിട്ടില്ല. കാര്യം അമ്മയുണ്ടല്ലോ, നമ്മുടെ ജീവനോടെ ഇരിക്കുന്ന അമ്മയുണ്ടല്ലോ, അമ്മ ഇപ്പോഴും ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പോ എന്തായാലും അതിൽ ഇങ്ങനെ ഒരു സംശയം നാട്ടുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടായാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാരണം കിടപ്പ് രോഗിയായിരുന്ന വ്യക്തിയാണ്. നിങ്ങൾ പറയുന്നത് പോലെ സമാധിയിലേക്ക് വന്നു എന്നൊക്കെ പറയുന്നത് അല്പം അവിശ്വസനീയമാണ് എന്ന് നാട്ടുകാർക്ക് തോന്നുകയാണ്. അവർ പരാതി കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ നിയമ നടപടികൾ നടക്കുകയാണ്. ഇപ്പോൾ അതിന്റെ നോട്ടീസ് കൈപ്പറ്റിയാൽ അതിനെ നിയമപരമായി നേരിടുക, അത് തടയാൻ നിയമപരമായ വഴികൾ തേടുക എന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോ അവർക്ക് അങ്ങനെ പൊളിക്കണമെന്ന് അവർ ശാഠ്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അതിന്റെ വേറെ രീതിയിൽ ഞങ്ങൾക്ക് പോകേണ്ടി വരും. കാര്യം അത് എന്താണെന്ന് ഞാനത് പിന്നെ പറയാം. കാര്യം അത് പൊളിക്കാനായിട്ട് ഒരിക്കലും അത് സാധ്യമല്ല. അത് നമ്മുടെ ഹിന്ദു ഐക്യവേദി അവരെല്ലാരും ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമാധി ആയിരിക്കുന്ന ഒരു ശിവക്ഷേത്രത്തിന്റെ അമ്പലത്തിൽ സമാധിയായ ഒരാളുടെ അത് ഒരിക്കലും അങ്ങനെ സമാധിയായത് എങ്ങനെ പൊളിക്കുമെന്നാണ് ചോദിക്കുന്നത്.
അല്ല, അവർക്ക് അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, പക്ഷേ ഇല്ല, ചോദ്യങ്ങൾ നിയമത്തിന്റെ വഴിയെ ചോദിക്കാനല്ല. നീങ്ങണമല്ലോ. ഇപ്പോൾ ഒരു ഇല്ല, മരണം സംബന്ധിച്ച് ഒരു ഞാൻ ദുരൂഹതയുണ്ട് പറഞ്ഞുതരാം, എന്ന് ഞാൻ പറഞ്ഞാൽ ആ പറഞ്ഞുതരാം. മൃതദേഹം പുറത്തെടുത്ത് ഞാനിപ്പോ പരിശോധന, പറഞ്ഞുതരാം, പോസ്റ്റ്മോർട്ടം മാഡം. ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയമാക്കണം. ഇല്ല, അങ്ങനെ ഞങ്ങള് ഇല്ല 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 അത് ഒരിക്കലും പൊളിക്കാനും സമ്മതിക്കത്തില്ല. അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി സ്റ്റേ വാങ്ങാനോ ഒക്കെയുള്ള നീക്കമാണോ നിങ്ങൾ നടത്തുന്നത്? അഭിഭാഷകരുമായി സംസാരിച്ചിരുന്നോ? ഞാൻ അതിന്റെ കാര്യങ്ങൾ ഞാൻ പിന്നീട് ഞാൻ പറയാം. പക്ഷെ അത് പൊളിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതെങ്ങനെയാണ്? അപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കായികമായി നേരിടുമെന്നതാണോ നിങ്ങളുടെ തീരുമാനം? തീർച്ചയായിട്ടും. അത് വലിയ സംഘർഷത്തിലേക്കൊക്കെ പോകില്ലേ? അത് സംഘർഷത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാഡം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്തെന്ന് ഞാൻ ഒരു കാര്യമുണ്ട്. ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ വന്നിട്ട് മുസ്ലിങ്ങൾ അടിയിക്കുന്നത് ശരിയാണോ അല്ലയോ? ഇതിപ്പോ ഹിന്ദു മുസ്ലിം ഞാൻ വിഷയമാക്കുന്നത് അതല്ല എന്തിനാണ്? ഞാൻ ചോദിച്ചത്. ഞാൻ അതല്ല അങ്ങനെ മേഡത്തിന്റെ ഒരു അടുത്ത് ഹിന്ദു ചോദിച്ചത്. മുസ്ലിം വിഷയമാക്കി ഇതിനെ കാണുന്നത് എന്തിനാണ് ശ്രീ സദാനന്ദൻ? താങ്കളുടെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ഉണ്ടായി, അവിടെ നിയമ നടപടികൾ നടക്കുന്നു. മറ്റൊരു മുസ്ലിമിന്റെ വീട്ടിലാണ് ഇതുണ്ടാകുന്നതെങ്കിൽ അവിടെയും അത് നടക്കും. ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലാണെങ്കിൽ അവിടെയും നടക്കും. ഏത് മതത്തിൽ പെട്ടവരായെങ്കിലും ഈ രാജ്യത്തെ നിയമം എല്ലാവർക്കും ബാധകമല്ലേ? അതിനെ ഒരു ഹിന്ദു മുസ്ലിം വിഷയമാക്കുന്നത് എന്തിനാണ്? മേഡത്തിന് മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂല എന്തോ? ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്. ഞങ്ങൾ പോലും കണ്ടിട്ടില്ല അവരെ. ഈ ഏരിയ വിട്ടിട്ടുള്ളവരാണ്. അപ്പൊ മനഃപൂർവ്വം അവര് ഈ നാടുടെ പ്രശ്നം വെച്ചിട്ട് പണ്ടത്തെ വാശിയും ഇപ്പോഴത്തെ വാശിയും എല്ലാം കൂടെയാണ്. ഞാൻ മേഡത്തിന് ഇവിടുത്തെ വിഷയങ്ങൾ കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടാണ്. ആ വിഷയങ്ങളൊക്കെ വേറെയാണല്ലോ. ഇപ്പോൾ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ഉണ്ടാകുമ്പോൾ അതിനെ വ്യത്യസ്തമായി കാണണ്ടേ? ഇതിപ്പോ നിങ്ങൾ ആരോപണ വിധേയരായി നിൽക്കുകയല്ലേ? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നത് സംശയമായി നിൽക്കുന്നു. അദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു, അദ്ദേഹം നടന്നു വന്നു എന്ന് നിങ്ങൾ പറയുന്നു. മാത്രവുമല്ല, കിടപ്പ് രോഗിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ പലപ്പോഴും മക്കൾ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നും ചീത്ത പറയാറുണ്ടായിരുന്നു എന്നും വരെ നാട്ടുകാർ പറയുന്നു. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിൽക്കുന്ന വിശംബരൻ ഞാൻ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മേഡം എന്റെ അടുത്ത് നാളെ ലൈവായിട്ട് വന്നു കഴിഞ്ഞാല് മേഡം ഞാൻ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഈ വിശംബരന്റെ ലൈവ് കാര്യം എന്ന് പറയുമ്പോൾ ഈ വിശംബരനാണ് ആ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളതും എന്റെ അച്ഛനെ കുറിച്ചുള്ള വൃത്തികേട് പറഞ്ഞത്. ഞാൻ ഇന്ന് നെയ്യാറ്റിങ്കര സ്റ്റേഷനിൽ പോയിട്ട് ആരാണ് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ വിശംബരന്റെ ഡീറ്റെയിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. നാളെ വന്നോളൂ മേഡം, ഞാൻ കറക്റ്റായിട്ട് ഞാൻ വിശംബരന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. പബ്ലിസിറ്റി ചെയ്യാനാണ്, റേറ്റിംഗ് കൂട്ടാനാണ് എന്നെ വിളിച്ചിട്ടെന്നുണ്ടെങ്കിൽ ഇത് നടക്കൂല. ഇത് ശരിയാകുന്ന പരിപാടിയല്ല. നല്ല രീതിയിൽ നല്ലവണ്ണം സംസാരിക്കുക, പറഞ്ഞാൽ മനസ്സിലാക്കണം. നല്ല രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാക്കണം. റേറ്റിംഗ് കൂടാനാണെങ്കിൽ ഇതിനാണോ എന്നെ വിളിച്ചത്? ഞാൻ ചോദിക്കണത് ഇതിനാണോ എന്നെ വിളിച്ചത്? മേഡം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. മേഡം നാളെ ഇവിടെ പറഞ്ഞാൽ എനിക്ക് മേഡത്തിനോട് എനിക്ക് സംസാരിക്കണം. ഈ വിഷമന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. മേഡം ഇപ്പൊ പറഞ്ഞതിന്റെ ഞാൻ ബാലൻസ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. മേഡത്തിനാണ് ഇതൊരു അവസ്ഥ വരുന്നതെങ്കിൽ മേഡം ഒന്ന് ചിന്തിച്ചു. നിങ്ങൾ പറയുന്നതിലാണ് സത്യമെങ്കിലും നിങ്ങൾ ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുകയാണല്ലോ. ഇപ്പോൾ അച്ഛന്റേത് സ്വാഭാവിക മരണമാണോ അതോ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന സംശയം ഇതിന്റെ പിന്നിലുണ്ടല്ലോ. അപ്പോൾ അത് ആ സംശയം മാറ്റിക്കൊടുക്കുക എന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടി ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ സത്യസന്ധരാണ് എന്ന് തെളിയിക്കേണ്ടത് ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല. അപ്പോൾ അത് എന്താണോ അതിന്റെ നടപടികൾ അത് നടക്കട്ടെ എന്ന് തീരുമാനിക്കുകയല്ലേ വേണ്ടത്? ഞാൻ മേഡത്തിനോട് വീണ്ടും ചോദിക്കണം. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു മുസ്ലിം ഇവിടെ വന്നിട്ട് എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് മേഡം അതിന്റെ ഉത്തരം എന്താ? മേഡം അതിന്റെ ഉത്തരം എന്താ? ഇവിടെ വരുന്ന ഞാൻ പറഞ്ഞുതരാം. എന്റെ വീട്ടിനടുത്തുള്ള നാട്ടുകാരാണ് എന്റെ അടുത്ത് ഈ മറുപടി ചോദിച്ചിരുന്നു എങ്കിൽ എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനെങ്കിൽ എതിർപ്പൊന്നും പറയില്ല. എന്തിനാണ്? എനിക്കറിയാവുന്ന ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. കാര്യം എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ അയൽവക്കം എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു മുസ്ലിം ഇവിടെ വന്നിട്ട് ഞാൻ ചോദിക്കുന്നത് അവിടെ ഏതെങ്കിലും മുസ്ലിം എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർ എന്തെങ്കിലും പറഞ്ഞോ എന്നതല്ല. ഇന്ന് കളക്ടറും RDOയും മറ്റ് ഫോറൻസിക് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ വന്നത് അത് തുറന്ന് പരിശോധനയ്ക്കായാണ്. അവരുടെ ജാതി തിരക്കേണ്ട കാര്യമില്ലല്ലോ. അവർ നമ്മളുടെ നാട്ടിലെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെയുള്ള ഇടപെടലുണ്ടായി. എന്തിനാണ് അതിന് പോകുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കാൻ ആവശ്യമായിട്ട് ഞാൻ സംസാരിക്കാൻ നിൽക്കില്ല മേഡം. ഞാൻ ഇതിൽ നിന്ന് എന്താ പറയാ നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കാൻ ആ നടപടികൾക്കൊപ്പം നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കൊന്നും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
മേഡം ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ഞാൻ പറയണം മേഡം. ഞാൻ വീണ്ടും പറയണം. ഒരു മുസ്ലിം ഞാൻ ചോദിച്ചു, ഹിന്ദു ക്ഷേത്രത്തിൽ ഒന്ന് അടിവാക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? പറയും മേഡം പറയും. ക്ഷേത്രത്തിൽ ആരും വന്ന് അടി ഉണ്ടാക്കിയില്ലല്ലോ. എന്തിനാണ് ഈ ആര് പറഞ്ഞു? ഞങ്ങളല്ലേ അടി വാങ്ങിച്ചത്. അതും ഇതും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ടതുണ്ടോ ശ്രീ സദാനന്ദൻ? ഇപ്പോൾ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത മാത്രമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ആ ദുരൂഹത മാറ്റുന്നതിനുള്ള നടപടികളുമായി സഹകരിക്കണം എന്നുള്ള കാര്യം മാത്രമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. മറ്റെന്തെങ്കിലും ക്രമസമാധാന പ്രശ്നമോ കടന്നുകയറ്റമോ അല്ലെങ്കിൽ അക്രമമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പോലീസിന് പരാതി കൊടുക്കണം. നിയമ നടപടികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അത് വേറെ വിഷയമാണ്. മേഡം ഇതെന്തിനാ എന്നെ വിളിച്ചത്? അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്, അല്ല, എനിക്ക് അറിയേണ്ടതൊന്നേ ഉള്ളൂ. നാളെ ഈ നോട്ടീസ് കിട്ടിയാൽ നിങ്ങൾ ഇതുമായി സഹകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. പിന്നെ ഇല്ല സഹകരിക്കൂല. സഹകരിക്കാതിരുന്നാൽ അവർ അവരുടേതായ വഴി നേടും. നിങ്ങൾ നിയമപരമായി അതിനെ നേരിടാനാണോ നീക്കം എന്നതാണ് എന്റെ മറ്റേ ഒരു ചോദ്യം. നിങ്ങൾ കോടതിയെ സമീപിക്കാൻ പോകുന്നുണ്ടോ? ഇതിന് സ്റ്റേ മേടിക്കാൻ നിങ്ങൾ നീക്കം നടത്തുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഞങ്ങള് ഇന്ന് നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുള്ള സമയം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കളക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിനുള്ള സമയം തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ശരി എന്തായാലും സമയം നീട്ടി നൽകും എന്ന ഒരു പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുത് എന്ന രീതിയിലാണ് ഇടപെടൽ. അതുകൊണ്ടാണ് ഇന്ന് മടങ്ങിപ്പോകുന്നതെന്നാണ് സബ് കളക്ടർ പറഞ്ഞത്. പക്ഷേ ഈ നടപടികൾ തുടരുമെന്നും അതിന് അവർക്ക് നോട്ടീസ് നൽകിയതിന് ശേഷം അവർക്ക് ഈ ഓർഡറിന്റെ കോപ്പി നൽകിയതിന് ശേഷം ആ നടപടികൾ തുടരുമെന്നുമാണ് കളക്ടർ അറിയിച്ചത്. ഞാൻ അതിഥികളിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. സ്വാമി, ഇവിടെ ഇപ്പോൾ ഒരുപാട് നാളായി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും നാട്ടുകാരുമായിട്ടും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ആ കുടുംബം വിശ്വസിക്കുന്നു. പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള സംശയങ്ങളുള്ളപ്പോൾ മറ്റ് നടപടികൾ, നിയമ നടപടികൾ നടക്കേണ്ടതുമാണ്. അതിനുള്ള ശ്രമം അധികൃതർ നടത്തുമ്പോൾ അതിനെ ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തലാക്കി ഹിന്ദു മുസ്ലിം വിഷയമാക്കി അവതരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിൽ അങ്ങനെ ആ ലക്ഷ്യത്തോടു കൂടിയുള്ള ഇടപെടൽ നടക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അദ്ദേഹം പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഇത് സമാധി എന്ന് മാത്രമേ പറയാവൂ, കല്ലറ എന്ന് പറയരുത്, സമാധി മണ്ഡപം എന്ന് പറയുന്നു. അതൊക്കെ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ചില സംഭവങ്ങൾ, ഇവരുടെ കുടുംബക്ഷേത്രത്തെയും അല്ലെങ്കിൽ അവരുടെ സാഹചര്യം എതിർക്കുന്ന ചില ആളുകൾ, അത് മറ്റു മതത്തിലുള്ള ആളുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. നാട്ടുകാരായിട്ടുള്ള ചില ആളുകളുടെ പേരുകൾ അദ്ദേഹം പറയുന്നു. അപ്പൊ അതിനകത്തൊക്കെ ചിലപ്പോ അവര് പറയുന്നതിനകത്ത് ഇപ്പൊ ഒരു പുതിയതായിട്ടൊരു അമ്പലം ഉണ്ടാകുമ്പോഴോ ഒരു ആശ്രമം ഉണ്ടാകുമ്പോഴോ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോഴോ സ്വാഭാവികമായിട്ട് ഉണ്ടാകാം. നമ്മളൊക്കെ ഓരോ ആത്മീയ പ്രസ്ഥാനങ്ങൾ നടക്കുന്ന സമയത്ത് എത്രയോ ആളുകൾ നമ്മളെ എതിർക്കുന്നു, എത്രയോ ആളുകൾ അനുകൂലിക്കുന്നു. എതിർക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അവരോട് നമ്മൾ അല്ലെങ്കിൽ അവർ പറയുന്ന യുക്തിസഹമായ കാര്യങ്ങളോട് വിയോജിപ്പ് പുലർത്തുക എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയെ പോലെയുള്ള പ്രസ്ഥാനം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് എടുത്തുചാടി ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. എനിക്കറിയില്ല എന്താണ് അതിന്റെ പിന്നിൽ എന്നറിയില്ല. പക്ഷെ അദ്ദേഹം ഈ പറയുന്നത് അതിവൈകാരികതയും എന്താ പറയാ അമിതമായ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വൈകാരിക പ്രതികരണമായിട്ട് ഈ അവസരത്തിൽ നമുക്ക് ഉണുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അവരിപ്പം ഇപ്പൊ സമാധി മണ്ഡപം പൊളിക്കാൻ പാടില്ല, ശരിയാണ്, എല്ലാ സ്ഥലത്തും പൊളിക്കാൻ പാടില്ല. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആശ്രമത്തിൽ ഒരു സമാധി മണ്ഡപമുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും എന്ന് പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പലപ്പോഴും ആളുകൾ നമ്മളോട് യോജിപ്പില്ലാത്ത ആളുകൾ ഒരു സ്ഥാപകന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഫൗണ്ടറുടെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആദി ഗുരുവിന്റെയോ ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പലപ്പോഴും സംശയം ജനിപ്പിക്കാറുണ്ട്. പലപ്പോഴും ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മൾ അവിടെയൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് തികച്ചും നിയമാനുസൃതമായ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ പോകും. അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ആരോപണങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ അതിന് മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും അതിന്റെ തെളിവുകളും അതിന്റെ മൊഴികളും അതിന്റെ എന്താ പറയുക മെഡിക്കൽ റിപ്പോർട്ടുകളും
അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് ആർക്കും എന്ന് പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ പൊളിക്കേണ്ടി വരികയില്ല. ഇവിടെ അതല്ല വിഷയം. ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകൾ, ഇപ്പൊ നമ്മളത് മക്കളെന്നുള്ള നിലയിലാണെങ്കിൽ തന്നെയും ഇവരുടെ സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്നൊരു സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ഇവർ എന്താ പറയാ, സാധാരണയായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അറസ്റ്റ് വരെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. ആളുകൾ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളുടെ സത്യസ്ഥിതി ബോധ്യമാക്കുവാൻ വേണ്ടിയിട്ട് ഭരണകൂടം, ഞാൻ പോലീസിനെയും ഭരണകൂടത്തെയും അന്ധമായിട്ട് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ നീതി വിധിയോ ചെയ്യുന്നതല്ല. ഞാൻ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ നിഷ്പക്ഷമായി പറയുന്നു. ഇപ്പോ സമാധി മണ്ഡപം എന്ന് തന്നെ ഞാൻ പറയുന്നു. കല്ലറ എന്നുള്ള വാക്ക് ഞാൻ അതിനകത്ത് ഉപയോഗിക്കുന്നില്ല. സമാധി മണ്ഡപം പൊളിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗത്ത്, പക്ഷേ അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കുന്ന ഈ ദുരൂഹതകളെ പിന്നെ എങ്ങനെ നീക്കാനാണ്? ഇപ്പൊ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭൗതിക ശരീരം, ആ ശരീരം എന്ന് പറയുന്നത് മരിക്കുന്ന സാഹചര്യത്തിൽ ഇവരിപ്പോ സമാധി ഇരുത്തുക എന്ന് പറയുന്ന ഒരു കുഴി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു പീഠത്തിൽ ഒരാളെ എന്ന് പറയുന്നത് ഇരുത്തുന്നു. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇരുത്തുന്നു. 9 മണിക്കൂർ ഏതാണ്ട് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇരുന്നു എന്ന് പറയുന്നു. ഇവരിരുത്തിയിട്ട് ആളുകളെ വിളിച്ച് അതിന്റെ കർമ്മങ്ങൾ നടത്തിയതിനു ശേഷം ഇവർ ഈ സ്ലാബിട്ട് മൂടുന്നതിന് മുമ്പ് ആളുകളെയോ നാട്ടുകാരെയോ വിളിച്ചൊരു എന്താ പറയാ അതൊരു ഇവന്റ് ആക്കി എടുക്കാൻ പാടില്ലേ? അപ്പൊ ഇതിനെ എല്ലാത്തിന്റെയും പിന്നിലെന്ന് പറയുന്ന ഇവരുടെ കൈകളിൽ നിന്നുണ്ടായിരിക്കുന്ന അനാവസ്ഥയോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഒരാൾ ആരോടും പറയാൻ പാടില്ല എന്നുള്ള അച്ഛന്റെ നിശ്ചയദാർഢ്യത്തിനും നിർബന്ധത്തിനും പിന്നീടെന്ന് പറയുന്ന ഇവർ വഴങ്ങി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. നിയമപരമായിട്ടെന്ന് പറയുന്നത് ഇവരുടെ ഭാഗത്ത് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്ന് പറയുന്ന ഇവർ ദുർബലരാണ്. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മനസ്സിലാക്കി മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കൂ. മാത്രമല്ല ഇപ്പൊ ഇവർ ഇതിനകത്തൊരു മതം കൊണ്ടുവരാൻ ശ്രമിക്കും. കേരളത്തിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ, ഏത് മതത്തിലുണ്ടാകുന്ന അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ എടുത്തു നോക്കിയാൽ മറ്റൊരു മതത്തിലെയോ അല്ലെങ്കിൽ മറ്റൊരു ജാതിയിലെയോ മറ്റൊരു സമൂഹത്തിലെയോ ആളുകളെ പഴിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തെ തമസ്കരിക്കാനാണ് പലപ്പോഴും എല്ലാവരും ശ്രമിക്കുന്നത്. ആ കാര്യത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ശക്തമായി ഇവരോട് വിയോജിക്കുവാൻ മാത്രമേ, സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. ഒരു അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കുടുംബം നിൽക്കുന്നു, അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഇവരോട് വിയോജിക്കുന്ന മാത്രമേ അവസരത്തിൽ സാധിക്കും. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ വഴയില ഉണ്ണി, ഹിന്ദു ഐക്യവേദി പ്രതിനിധി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വഴയില ഉണ്ണി, ഇവിടെ ഈ കല്ലറ പൊളിച്ചുള്ള പരിശോധനകൾ നടക്കുന്നതിന് തടസ്സം നിന്നവർക്കൊപ്പം ഹിന്ദു ഐക്യവേദി ഉണ്ടായിരുന്നു. അതിൻ്റെ ഹിന്ദു ആചാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹിന്ദു ഐക്യവേദി അവിടെ നിലയുറപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഞങ്ങളോടൊപ്പം സംസാരിച്ച ഈ മരിച്ച വ്യക്തിയുടെ മകൻ ഹിന്ദു ഐക്യവേദിയുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഒരു മരണം സംബന്ധിച്ച് സംശയമുയർന്നപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന നടപടികൾ അവിടെ നടക്കുമ്പോൾ അതിനെ ഹിന്ദു ഐക്യവേദി എതിർക്കേണ്ടുന്ന കാര്യം എന്താണ്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഇതിലെ ഒരു കാര്യം ആദ്യമേ നമ്മൾ പറയുന്നത്, നമ്മൾ ഈ ഡിബേറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ചില വാക്കുകൾ കൂടെ ഒന്ന് മാറ്റം വരുത്തണം. കല്ലറ അല്ലാതെ അത് അവരുടെ വിശ്വാസം ആചാരപ്രകാരമായിട്ട് അവരുടെ സമാധി മണ്ഡപം എന്ന നിലയിലാണ് അത് അവരവരുടെ ഇഷ്ടത്തിന് പറഞ്ഞോട്ടെ. നമ്മൾ കല്ല് കെട്ടി വെച്ചിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇഷ്ടമല്ലെന്നല്ലോ. അല്ല, കല്ലറയെന്ന് ഉപയോഗിക്കുന്ന അതും രണ്ട് തരത്തിലാണ്. ആ ചർച്ച ഡൈവേർട്ട് ചെയ്ത് പോകണ്ട. ഞങ്ങൾക്കറിയാം, അത് ഹിന്ദു വിശ്വാസ ആചാരപ്രകാരം അതൊരു സന്യാസിവര്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സമാധി മണ്ഡപം എന്ന നിലയിലേക്കാണ് ആ ഒരു വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് അതിന്റെ മെറിറ്റിലേക്ക് നമ്മൾ ഇന്ന് വരാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുടെ നടപടികളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തുനിന്ന് അതിൽ ഇടപെടൽ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നിയമപരമായിട്ടുള്ള ഒരു കാര്യം എന്ന നിലയിലേക്ക് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ സബ് കളക്ടറും അതോടൊപ്പം തന്നെ ഡിവൈഎസ്പിയും പോലീസ് ഉദ്യോഗസ്ഥരെയും നമ്മൾ നേരിൽ കണ്ട് ഈ വിഷയങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ, അതിന്റെ ഭാഗമായിട്ട് നോട്ടീസും മറ്റു കാര്യങ്ങളും നടപടികളും വ്യക്തമായിട്ടുള്ള ഒരു മൊഴിയുടെ ഭാഗമായിട്ടല്ല ആ കാര്യങ്ങൾ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ മൊഴി എടുത്തുകൊണ്ട് ആ മൊഴിയുടെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഉണ്ടാവണം എന്ന് ഇന്ന് ഉച്ചയ്ക്ക് നടന്ന ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളും ആ ചർച്ചയിൽ പങ്കെടുത്തതാണ്. ബഹുമാനപ്പെട്ട സബ് കളക്ടറിനോടും ഡിവൈഎസ്പിയോടും നേരിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറയുകയും രേഖാമൂലം
അതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കാര്യങ്ങളിലേക്ക് വരണം എന്ന നിലയിലാണ് നമ്മുടെ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഹിന്ദു ഐക്യവേദി എന്ന നിലയിലേക്ക് നമ്മൾ ആ കാര്യങ്ങൾ ഇടപെട്ടത്. അതിലൊരു കാര്യം നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തിന് ഹിന്ദു വിശ്വാസ ആചാര പ്രകാരം ഒരു പ്രത്യേക ദിവസമാണ്. നമുക്കറിയാം ധനുമാസത്തിലെ തിരുവാതിരയാണ്. അവിടെയുമുള്ള ഒരു ശിവക്ഷേത്രമാണ്. ആ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആ ദിവസം തന്നെ ഈ ഒരു ഇഷ്യൂമായി മരണം നടന്നാൽ അപ്പൊ അവിടെ പൂജ നടക്കുവോ? ഹിന്ദു വിശ്വാസ പ്രകാരം മരണം നടന്നിടത്ത് അങ്ങനെ പൂജ നടക്കും? മരണം നടന്ന സ്ഥലത്ത് പൂജ നടന്നില്ലെങ്കിലും മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലത്തിലേക്ക് ഒരു ഹിന്ദു വിശ്വാസ പ്രകാരം അവിടെ ഒരു സമാധി നടന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സമാധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നിൽക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അതിനനുസരിച്ച് അതിന് നിയമലംഘനവും മറ്റു കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. നിയമപരമായിട്ടുള്ള രീതിയിലേക്ക് നമുക്കറിയാം ഭരണഘടന ഇവിടെ നിയമവിരുദ്ധമായി എന്ത് നടന്നു എന്നാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. നിയമപരമായിട്ട് അവരുടെ മൊഴിയെടുത്തു, സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് അതിനനുസരിച്ചിട്ടല്ല അവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ടല്ല ഈ കാര്യങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. നോട്ടീസ് കൊടുക്കേണ്ട കാര്യമില്ല എന്നതാണ് സബ് കളക്ടർ ഇന്ന് സൂചിപ്പിച്ചത്. വേണമെങ്കിൽ ആ ഓർഡറിന്റെ ഒരു പകർപ്പ് കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് തരുമെന്നാണോ ഇപ്പോൾ ഏറ്റിരിക്കുന്നത്? അല്ല, ഞങ്ങൾ കളക്ടറുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്ത ആളാണ്. ഞാനൊരു പങ്കെടുത്തതാണ്. നെടുമങ്ങാട് ഡിവൈഎസ്പി ഓഫീസിൽ ഞങ്ങൾ കളക്ടറുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്ത സമയത്ത് ഞങ്ങൾ ഈ ആർഗ്യുമെന്റ് ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് പോലീസ് എടുത്തിരിക്കുന്ന മൊഴിയുടെ ഭാഗത്തിൽ അവരുടെ മക്കളുടെ ഭാഗത്തു നിന്നുള്ളതിനനുസരിച്ചിട്ടുള്ള ഒരു മൊഴിയല്ല. എങ്കിൽ അങ്ങനെ എന്തുകൊണ്ടാണ് പോലീസ് 3 മണിക്കൂർ എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് പോലീസ് വീണ്ടും ഇവർ രണ്ടുപേരുടെ ഡീറ്റെയിൽസ് മൊഴി എടുക്കാൻ തയ്യാറായത്? എന്തുകൊണ്ട് അത് നേരത്തെ അത് തയ്യാറായില്ല? ഇന്ന് എന്തുകൊണ്ട് ഈ ചർച്ച മൊഴിയെടുക്കണം എന്നുള്ളത് മാത്രമായിരുന്നു നിങ്ങളുടെ പരാതി? അല്ല, മൊഴിയെടുക്കണം എന്നുള്ളതല്ല. അല്ല, നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള നടപടികൾ. വളരെ ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ ഇത് ഒരു പരാതിയുണ്ട്, ഒരു മെയിൻ മിസ്സിംഗ് കേസുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഈ നടപടിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ നടപടികൾ പൂർത്തിയാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം എപ്പോഴാണോ അവർ നിശ്ചയിക്കുന്നത് ആ ദിവസം ആ കല്ലറ തുറന്നുള്ള പരിശോധനയ്ക്ക് നിങ്ങൾ എതിര് നിൽക്കില്ല? അല്ല, നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷയുടെ ഭാഗമായിട്ടുള്ള കാര്യത്തിലാണ് ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. ഒരു വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹിന്ദു വിശ്വാസ സമൂഹം നമ്മോടൊപ്പം ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യമാണ് അവിടെ നടന്നത്? ഒരു കുടുംബം ഒരു അച്ഛൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ ആരെ അറിയിക്കാതെ പാതിരാത്രി ആ രീതിയിൽ അടക്കം ചെയ്ത വിഷയമാണ്. അതിനെ ഹിന്ദു ആചാരം അതൊരു മറ്റൊരു ഭാഗത്തൊരു ഇഷ്യൂ എന്ന് പറയും. ഞങ്ങൾ അതിൽ പറയുന്നത് ആരെ അറിയിക്കാതെ എന്നുള്ളതല്ല. അദ്ദേഹം കഴിഞ്ഞ 50 വർഷം 60 വർഷമായിട്ട് ഒരു സന്യാസി തുല്യനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം സമാധിയായി എന്നുള്ളൊരു തരത്തിലുള്ള കാര്യമാണ്. അതിനകത്ത് സമാധിയായി ആ അദ്ദേഹത്തെ സമാധി ഇരുത്തിയ സ്ഥലം സമാധി മണ്ഡപമായി അവരുടെ കുടുംബം കരുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ളത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മെറിറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള നടപടി അന്വേഷണങ്ങളും മറ്റു ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ല, ഇതിപ്പോ ഇത് പൊളിച്ചുള്ള പരിശോധന അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതാണല്ലോ അറിയേണ്ടത്. അതിലാണല്ലോ സംശയം നിൽക്കുന്നത്. രാത്രി നിയമപരമായിട്ടുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല? അല്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഹിന്ദു വിശ്വാസിയാണ്. ആ വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഞങ്ങൾ ഇടപെട്ടു. ഇവിടെ നിയമപരമായ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് പോകുമ്പോൾ അത് ഹിന്ദു വിശ്വാസമാണ്, ഹിന്ദു വിശ്വാസത്തിനെതിരാണ് എന്ന് വരുത്തുന്നത് എന്തിനാണ്? ആ നിയമപരമായിട്ടുള്ള ഒരു കാര്യം മുന്നോട്ട് പോകുമ്പോൾ ഹിന്ദു വിശ്വാസത്തെ എതിരാണെന്ന് വരുത്തിത്തീർക്കാനല്ലല്ലോ ഞങ്ങൾ ശ്രമിച്ചത്. നിയമത്തിന്റെ സംവിധാനത്തോട് മുന്നോട്ട് പോയെങ്കിൽ ഈ തരത്തിലേക്കുള്ള ഒരു ഇഷ്യൂലേക്ക് വരില്ല. മുസ്ലിം തീവ്രവാദികളാണ് ഇതിന്റെ പിന്നിലെന്നാണ് ആ മകൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു കൂവിയത്. അത് മകന്റെ വിഷമം, അത് മകനുമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിനകത്ത് അതിന്റെ ഗ്രാവിറ്റി അതിന്റെ അനുസരിച്ചിട്ട് ആ മെറിറ്റും ആ കാര്യത്തിലേക്ക് നോക്കണം. അവിടെ ഞങ്ങളിന്ന് ആ സ്ഥലത്ത് ഞങ്ങൾ കണ്ട ഒരു കാര്യം, ഞങ്ങൾ ആ സ്ഥലത്ത് വിഷയവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഒരു 12:30 മണിക്ക് ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് കാണുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്ത് ഒരു 100ഓളം പേര് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയൊരു സംഘർഷാവസ്ഥയുടെ ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യരുടെ ഒരു ആശങ്കയാണ് അതിനകത്ത്. അത് നിങ്ങൾ ഇതിനെ എതിർത്തപ്പോൾ ഉണ്ടായതല്ലേ? ഇത് അവിടെ ആ നടപടികൾ നടന്നു പോവുകയാണെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ മനഃപൂർവ്വം ഇതിനെ ഒരു സംഘർഷത്തിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം വിഷയമാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നതാണ് ആക്ഷേപം. ആരുടെ ആക്ഷേപമാണ്? ആരാണ് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ഒരു സാധ്യത അവിടെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ നടപടികൾ പോലും നിർത്തി. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ട് അധികൃതർ ഇന്ന് ആ നടപടികൾ പോലും നിർത്തിവെച്ച് മടങ്ങേണ്ടി വന്നത് അതുകൊണ്ടാണ്.
അങ്ങനെയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്ന് മനസ്സിലാക്കി. അവിടെ ജനാധിപത്യ രീതിയിൽ ആ അമ്മ അദ്ദേഹത്തിന്റെ ഭാര്യ ഓ നമശിവായ എന്നുള്ള മന്ത്രം ഉരുവിട്ടതാണ് ഇവിടുത്തെ നിയമലംഘന വെല്ലുവിളി എന്ന് പറയുന്നത്. അവിടെ ഇന്ന് പരിശോധനയ്ക്ക് വന്നപ്പോൾ അത് നടന്നില്ല എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നാളെ അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ നോട്ടീസ് കൊടുത്ത് അധികൃതർ എത്തിയാൽ കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായിരിക്കുകയാണ്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ നിയമ നടപടികൾ പൂർത്തിയാക്കണം, അത് അതിന്റെ വഴിക്ക് പോകണം, അത് കൃത്യമായി നോട്ടീസ് കൊടുത്ത് മൊഴിയെടുത്തൊക്കെ നടത്തണം എന്നൊരു പ്രശ്നം മാത്രമേ ഹിന്ദു ഐക്യവേദിക്കുമുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. നാളെ അത് ആ നടപടികൾ കൂടി പൂർത്തിയാക്കി, നിങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് അതുകൂടി പൂർത്തിയാക്കി വന്നാൽ ഇത് സ്വാഭാവികമായും അതിനോട് നിങ്ങൾക്ക് യോജിക്കേണ്ടി വരില്ലേ? അതിനൊപ്പം നിൽക്കില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ നോട്ടീസ് കൊടുക്കുക എന്നുള്ള ഭാഗമാണ്. ഇത് സമാധി ഇരുന്നതാണോ അല്ലാത്തതാണോ ആ കാര്യത്തിലൊന്നും എനിക്ക് അന്വേഷണം നടക്കട്ടെ. കറക്റ്റായിട്ട് ഒരു നോട്ടീസ് കൊടുത്ത് അതിനെ നിയമപരമായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു നിയമലംഘനത്തിനൊന്നും ഞങ്ങൾ ഇല്ല. അത് അവിടെ വെച്ച് തന്നെ പറഞ്ഞു. ഞാൻ തന്നെ ഈ 2 മക്കളോടെയും പറഞ്ഞു, ഇത് നിങ്ങൾ ഏത് കോടതി പോകാനായിരുന്നാലും അവസാനം ഇതിൻ്റെ നീതി നിങ്ങൾക്ക് കിട്ടണം. പിന്നെ നിങ്ങൾ ചെയ്തതിലൊരു തെറ്റുണ്ട്, ആ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പറെയോ അല്ലെങ്കിൽ വേണ്ടത്തൊക്കെ ഒരു 5 പേരെ വിളിച്ചിട്ട് ഈ സമാധിസ്ഥാനം അടച്ചെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, നിങ്ങളുടെ ഭാഗത്ത് അത് തെറ്റിയിട്ടുണ്ട്. ഇത് കളക്ടർ DSP ഇരുന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, തെറ്റവരിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് നോട്ടീസൊന്നും കൊടുക്കാതെ വലിച്ചെടുത്തുകൊണ്ട് പോണതാണ്. അതാണ് ശരി. അപ്പോൾ പോലീസ് ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്താൽ, ഇന്ന് ഞാൻ DSPയും കളക്ടറും ഇരുന്നപ്പോൾ പറഞ്ഞാണ് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും. അവിടെ ഒരു സംഘർഷമില്ലാതെ അത് നമുക്ക് നേരെ കഴിയുമെന്നാണ് എൻ്റെ സംഘർഷമില്ലാതെ, മുതലെടുപ്പിനുള്ള സാഹചര്യമില്ലാതെ അവിടെ ദുരൂഹതകൾ നീങ്ങണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.